വാഹന പരിശോധന സ്വാഭാവിക നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടറും വിശദീകരിച്ചു. മറ്റ് എംപിമാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഒരു എംപിയുടെ വാഹനം മാത്രമല്ല, മറ്റ് എംപിയുടെ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇപ്പോൾ കാണുന്നത് കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിക്കുന്നതാണ്. അബ്ദുൾ വഹാബ് എംപിയുടേതാണെന്ന് തോന്നുന്നു. മറ്റൊരു വാഹനവും എംപിയുടെ സ്റ്റിക്കർ പതിച്ചൊരു വാഹനവും പോലീസ് വാഹനം തുറന്നു തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരുടെയും വാഹനങ്ങൾ നിലമ്പൂരിൽ ഇലക്ഷൻ കമ്മീഷന്റെ ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. ഇത് മറ്റൊരു എംപിയുടെ വാഹനം പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പോലീസ് ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കുന്നു. അപ്പോഴും മറ്റ് ആ അന്വേഷണത്തോട് അവർ സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. നമുക്കൊപ്പം വി എസ് രഞ്ജിത്തും ആർ റോഷിപാലും അർജുൻ കല്യാടും സാനിയ മനോമിയും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അർജുൻ കല്യാടിലേക്കൊന്ന് പോകാം. അർജുൻ കല്യാട്, ഇപ്പോഴും അവിടെ പരിശോധനയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിശോധന ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഒരു സ്വാഭാവികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ പരിശോധനയാണ്. അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവിടെ പരിശോധന നടത്തുന്നത്, പോലീസ് മാത്രമല്ല. രണ്ട് കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഒന്ന്, ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് എന്താണ്? രണ്ട്, ഇപ്പോഴും ഈ പരിശോധന തുടരുന്നുണ്ടോ? ആ പരിശോധനയിൽ എല്ലാ വാഹനങ്ങളും മറ്റ് എംപിമാരുടെ വാഹനങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ചിട്ടുള്ള വാഹനം എനിക്ക് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വളവ് കഴിഞ്ഞാൽ ആ വളവിന് തൊട്ടപ്പുറത്ത് വടപുറം പാലമാണ്. ആ വടപുറം പാലമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതുവഴി കടന്നു വരുന്ന വാഹനങ്ങളെല്ലാം അതിൻ്റെ അതിർത്തി എന്ന രീതിയിൽ ഈ ചെക്ക് പോസ്റ്റിൽ, അതായത് നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് SSC ചെക്ക് പോസ്റ്റാണിത്. വടപുറത്തെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ഉദ്യോഗസ്ഥർ 3 റവന്യൂ വകുപ്പിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും 2 പോലീസ് ഉദ്യോഗസ്ഥരും 1 ഡ്രൈവറും 1 വീഡിയോഗ്രാഫറുമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടാവുക. അതിന് പുറമെ അവർക്ക് സജ്ജീകരണങ്ങൾ, വാഹനങ്ങൾ നിർത്താനും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്ത് നൽകാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം 6-7 പേർ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമായി എല്ലാ സമയവും സദാസമയവുമുണ്ട്. 3 ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ഷിഫ്റ്റ് ജോലി ചെയ്യും. 2 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു ഷിഫ്റ്റ് ജോലി ചെയ്യും. രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെ മറ്റൊരു ഷിഫ്റ്റ്. അങ്ങനെ 3 ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ പല ചെക്ക് പോസ്റ്റുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ പല ഭാഗങ്ങളിലും ഏകദേശം 3ഓളം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളുണ്ട്. അതിർത്തി പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഷിഫ്റ്റ് ഇങ്ങനെ മാറി മാറി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഇതുവഴി കടന്നു വന്നിട്ടുള്ള വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ കടന്നു വരുന്ന വാഹനം ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അരുൺ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു വിശദീകരണം നൽകേണ്ടത് ഈ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥരാണ്. അവർ ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ഇവിടെ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവർ തിരിച്ച് അവരുടെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തുകയും ചെയ്യും. അവരെ ഈ ഘട്ടത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥർ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ഇവിടെ വാഹന പരിശോധന നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ രാവിലെ നമ്മൾ ഇവിടത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ വാഹനങ്ങൾ, ഇതുവഴി പോകുന്ന പരമാവധി വാഹനങ്ങൾ, ഒട്ടുമിക്ക വാഹനങ്ങളും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നത് ഒരു പ്രായോഗികമായ നടപടിയല്ല. കാരണം നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും, പരമാവധി വാഹനങ്ങൾ ഇവിടെ നിന്ന് പരിശോധിച്ച് തന്നെയാണ് കടത്തിപ്പുറ വിടുന്നത്. നേരത്തെ തന്നെ കെ രാധാകൃഷ്ണൻ എംപിയുടെയും കോൺഗ്രസ് MLA ആയിട്ടുള്ള AP അനിൽകുമാറിൻ്റെ വാഹനം പരിശോധിച്ചിരുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ എല്ലാവരെയും ഈ ഉദ്യോഗസ്ഥർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായും വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ കാണുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പരമാവധി വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ഇപ്പോൾ നിലവിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ അരുൺ ചോദിച്ച ആ 2 കാര്യങ്ങളിൽ ഇതാണ് മറുപടി. അരുൺ, ഓക്കെ, താങ്ക് യു.